ഇന്ന് വാട്ടച്ചീനി ഒന്ന് കുഴച്ച് നോക്കാം. ഇത് ഇടുക്കിയിൽ നിന്ന് കൊണ്ടുവന്ന വാട്ടച്ചീനിയാണ്. നമ്മുടെ ഇവിടെയൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്, അവിടെ നിന്ന് കൊണ്ടുവന്നേ. അപ്പോൾ ഇതെങ്ങനെ ഒന്ന് വേവിക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം അതൊന്ന് ഉടച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക. ഒരു 100-150 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ അത് ഒന്ന് ചെറുതാക്കി എടുത്തിട്ട് ഒരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇതാണ് അതിനകത്ത് ചേർത്ത് ആദ്യം നമ്മൾ വയ്ക്കുന്നത്. കുറച്ച് വെള്ളം വേകാനുള്ള വെള്ളം വയ്ക്കണം. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഒരു 1/4 സ്പൂൺ വരുന്ന മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ വെച്ചിട്ടങ്ങ് വേവിക്കാൻ വയ്ക്കുക. ഇനി പിന്നെ നമുക്ക് അരയ്ക്കാൻ വേണ്ട തേങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളി, പച്ചമുളക്, ഇത്രയും കാര്യം നമ്മൾ ഒന്ന് ചതച്ച് തോരന് ചതയ്ക്കുന്ന പോലെ ഒന്ന് അതിനേക്കാൾ ഇച്ചിരി കൂടെ നേർപ്പിച്ചിട്ട് ചതച്ചെടുക്കുക. ഒരു ചരുവം വെച്ചിട്ട് ആ സാധനം വെന്ത് കിട്ടിയ ചീനി അതിനകത്തേക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് തട്ടിയിടുന്നു. കൂടാതെ ആ ചതച്ചെടുത്ത അരപ്പുതിയ കണ്ടെല്ലാം കൂടെ ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കത്തേ ഉള്ളൂ. അതുകൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമ്മൾ അടുപ്പത്തേക്ക്, ഇതിനകത്ത് എണ്ണയൊന്നും ചേർക്കുന്നില്ല. വെറുതെ ഉള്ള എണ്ണയെല്ലാം കൂടെ മനുഷ്യൻ്റെ ഉള്ളിൽ ചെന്ന് രോഗം ഉണ്ടാക്കണ്ടല്ലോ. ഇത്രയും എണ്ണ കുറച്ചുള്ള പാചകങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഈ മഞ്ഞൾപ്പൊടി കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞളാണ്, ഒരു കുഴപ്പമില്ല, നല്ല മഞ്ഞളാണ്. അപ്പോൾ അതും കുറച്ചുകൂടി ഇട്ട് കൊടുത്ത്, എന്നിട്ട് ഉപ്പ് ഇച്ചിരി കുറവാണെന്ന് തോന്നുന്നു, അപ്പോൾ ഇച്ചിരി കൂടെ ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടെ കൊടുത്തിട്ട് അടുപ്പിലേക്ക് വയ്ക്കുക. ഇച്ചിരി നന്നായി വെന്ത് വരുമ്പോൾ അത് നന്നായി കുഴച്ച് ഉടച്ചെടുത്താൽ മതി. ഇത്രയും കാര്യമേ ഉള്ളൂ. തലേന്ന് വെള്ളത്തിലിടുകയൊന്നും വേണ്ട. കുക്കറിലാകുമ്പോൾ ഒരു 4 വിസിൽ വരുമ്പോൾ സംഗതി ശരിയായി. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. കിട്ടുന്നവർ, അതായത് വാട്ടച്ചീനി കിട്ടാൻ സാധ്യതയുള്ളവർ ഒന്ന് ചെയ്ത് നോക്കുക. കൊള്ളാമെങ്കിൽ കഴിച്ചിട്ട് ഒന്ന് അഭിപ്രായം പറഞ്ഞേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് കൂട്ടാൻ പറ്റുന്ന ചമ്മന്തിയുണ്ട്, അത് നല്ലതാണ്. ഇതിപ്പം മത്തിക്കറിയാണ് കൂട്ടുന്നത്. മത്തിക്കറി, പിന്നെ ചോറ്. ഇത് കഴിച്ച് കഴിയുമ്പോൾ തന്നെ പിന്നെ ചോറ് തിന്നണമെന്ന് നമുക്ക് തോന്നത്തില്ല. ചോറൊക്കെ വേണ്ടാന്ന് വയ്ക്കുന്നവർ ഇത് കഴിച്ചാലും മതി. താങ്ക് യു. ചെയ്ത് നോക്കണേ.